അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, നിങ്ങളെ എല്ലാവരെയും നമ്മളെ മജ്ലിസിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ ആഖിബത്ത് നന്നാക്കി തരട്ടെ. നമ്മുടെ ജീവിതത്തിലെ സർവ്വ പ്രയാസങ്ങളും അല്ലാഹു അകറ്റി തരട്ടെ. അനേകായിരം ആളുകൾ ഒരുപാട് പ്രയാസങ്ങളും വിഷമങ്ങളും പറഞ്ഞ് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹ് എല്ലാവരുടെ മുറാദുകളും നീ ഹാസിലാക്കണേ റഹ്മാനെ. എല്ലാവരുടെ ഹാജത്തുകളും നീ നിറവേറ്റി കൊടുക്കണേ അല്ലാഹ്. അൽഹംദുലില്ലാഹ് സുമ്മ അൽഹംദുലില്ലാഹ്. ഇന്ന് പരിശുദ്ധമായ ബലിപെരുന്നാളാണ്. എല്ലാവർക്കും ദാറുൽ മുബീൻ മജ്ലിസിന്റെ ബലിപെരുന്നാൾ ആശംസകൾ ഞാൻ നേരുകയാണ്. എന്റെ പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, ഈ പെരുന്നാൾ ദിവസത്തിൽ നാം ഒക്കെ ആഘോഷിക്കാൻ പോവുകയാണ്. നല്ല ഭക്ഷണം ഉണ്ടാക്കി, അതുപോലെ തന്നെ നല്ല ഡ്രസ്സൊക്കെ ധരിച്ച് പെരുന്നാൾ നിസ്കരിച്ച് നമ്മൾ ആഘോഷിക്കാൻ പോവുകയാണ്. എന്നാൽ ഈ പുണ്യമായ ദിവസത്തിൽ നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം പെരുന്നാൾ നിസ്കാരമാണ്. ഒരാളും പെരുന്നാൾ നിസ്കാരം ഒഴിവാക്കാൻ പാടില്ല. ഭക്ഷണം ഉണ്ടാക്കുകയാണ്, ബിരിയാണി ഉണ്ടാക്കണം, നെയ്ച്ചോറ് ഉണ്ടാക്കണം, കുഴിമന്തി ഉണ്ടാക്കണം, അപ്പൊ നിസ്കരിക്കാൻ സമയമില്ല ഉസ്താദെ എന്ന് പറയാൻ പറ്റൂല. എല്ലാ ഉമ്മമാരും, മെൻസസ് ഇല്ലാത്ത നിസ്കരിക്കാൻ പറ്റുന്ന എല്ലാ ഉമ്മമാരും പെരുന്നാൾ നിസ്കരിക്കണം. ഉപ്പമാരും പുരുഷന്മാരൊക്കെ സഹോദരന്മാരൊക്കെ പള്ളിയിൽ പോകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം തക്ബീറുകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് നമ്മളെ മജ്ലിസിൽ ഇന്ന് ധാരാളം തക്ബീറുകൾ നമ്മൾ ചെല്ലുന്നുണ്ട്. തക്ബീർ ചൊല്ലി നമുക്ക് ദുആ ചെയ്യണം. അതുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ മജ്ലിസിൽ നിങ്ങൾ പങ്കെടുക്കണം. അതുപോലെ തന്നെ എന്റെ പ്രിയമുള്ള ഉമ്മമാരോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, നിങ്ങൾ വീട്ടിലാണെങ്കിലും നിസ്കാരങ്ങളുടെ ശേഷം, തഹജ്ജുദ് നിസ്കാരത്തിന്റെ ശേഷം, അതുപോലെ തന്നെ ളുഹ നിസ്കരിക്കുന്ന ആളുകൾ ളുഹ നിസ്കാരത്തിന്റെ ശേഷം, പെരുന്നാൾ നിസ്കാരത്തിന്റെ ശേഷം, അതുപോലെ റവാത്തീബുകളുടെ നിസ്കാര ശേഷം ഒക്കെ തക്ബീർ ചൊല്ലൽ പ്രത്യേകം സുന്നത്തുണ്ട്. ഈ സമയത്ത് തക്ബീർ ചൊല്ലുക. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അതുപോലെ മൂന്നാമത് ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കുടുംബ ബന്ധം ചേർക്കുക എന്നുള്ളതാണ്. ഉമ്മയോട് തെറ്റി, ഉപ്പയോട് പിണങ്ങി, ജ്യേഷ്ഠനോട് പിണങ്ങി, അതുപോലെ അനിയനോട് പിണങ്ങി, ഇളയച്ചിയും മൂത്തച്ചിയും പരസ്പരം പിണങ്ങി, അയൽവാസികളോട് പിണങ്ങി, അമ്മായിയോടും എളാമായോടും മൂത്താപ്പയോടൊക്കെ പിണങ്ങി നമ്മൾ പെരുന്നാൾ ആഘോഷിക്കുന്നതിൽ യാതൊരുവിധ അർത്ഥമല്ല. അങ്ങനത്തെ ആളുകളുടെ ആഘോഷം അള്ളാഹുവിന് വേണ്ട. അങ്ങനത്തെ ആളുകൾ ഒരിക്കലും സ്വർഗത്തിൽ കടക്കൂല എന്നാണ് മുത്ത് നബി നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് കേട്ടോ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, കുടുംബ ബന്ധം മുറിച്ചിട്ടുണ്ടെങ്കിൽ, കുടുംബക്കാരോട് പിണങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ, ഉമ്മയോട് പിണങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ, ഉപ്പയോട് പിണങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ വേഗം പോയി ആ പിണക്കം മാറ്റി അവരും നമ്മളെ പെരുന്നാൾ ആഘോഷത്തിൽ പങ്കുചേരട്ടെ. എന്റെ പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, മഹാനായ നബി തങ്ങൾ പറഞ്ഞത് ഇങ്ങനെയാണ്: ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉൻ. കുടുംബ ബന്ധം മുറിച്ചവൻ സ്വർഗത്തിൽ കടക്കൂല. റസൂലുള്ളാഹിന്റെ വ്യക്തമായ വാക്കാണ്, വ്യക്തമായ നിർദ്ദേശമാണ്. ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉൻ. നിങ്ങൾ കുടുംബ ബന്ധം മുറിച്ചാൽ സ്വർഗത്തിൽ പ്രവേശിക്കൂല. അതുകൊണ്ട് കുടുംബ ബന്ധം ചേർക്കണേ. മുഹമ്മദുർ റസൂലുള്ളാഹി. അപ്പൊ ഇന്നത്തെ ദിവസം പ്രത്യേകം കുടുംബ ബന്ധം ചേർക്കുക. കുടുംബക്കാരുടെ വീട്ടിലേക്കൊക്കെ പോവുക, ബന്ധുക്കാരുടെ വീട്ടിലേക്ക് പോവുക. അതുപോലെ തന്നെ അമ്മായിമ്മയും അമ്മോശനെയും പോയി കാണുക, അതുപോലെ ജ്യേഷ്ഠനിയന്മാരെ പോയി കാണുക, എളാപ്പയെ മൂത്താപ്പയെ പോയി കാണുക. അതാണ് ഇന്നത്തെ ദിവസം ചെയ്യേണ്ടത്. അല്ലാതെ നമ്മളെ വീട്ടിൽ ഇങ്ങനെ കുറെ കുഴിമന്തിയും കുറെ ബിരിയാണി ഉണ്ടാക്കിയിട്ട് നമ്മളും നമ്മളെ മക്കളും മാത്രം ഇരുന്ന് കഴിക്കുക, അതിന് ആഘോഷം എന്ന് പറയും. അതിന് പെരുന്നാൾ ആഘോഷം എന്ന് പറയില്ല. പെരുന്നാൾ ആഘോഷം എന്ന് പറഞ്ഞാൽ കുടുംബ ബന്ധം ചേർത്തുകൊണ്ട് നല്ല മനസ്സോടെ ആഘോഷിക്കുന്നതിനാണ് പെരുന്നാൾ ആഘോഷം എന്ന് പറയുന്നത്. അപ്പൊ കുടുംബ ബന്ധം ചേർക്കാൻ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാനടക്കം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. നമ്മളെ കുടുംബങ്ങളിലൊക്കെ അള്ളാഹു ഐക്യം നിലനിർത്തി തരട്ടെ, സമാധാനം നിലനിർത്തി തരട്ടെ, ഒരുമയുള്ള മനസ്സ് അള്ളാഹു എല്ലാവർക്കും നിലനിർത്തി തരട്ടെ. അതുപോലെ നാലാമത് ശ്രദ്ധിക്കേണ്ടത് ദുആ ചെയ്യുക, പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ഇന്നത്തെ ദിവസം പ്രാർത്ഥനയ്ക്ക് പ്രത്യേക ഇജാബത്തുണ്ട്. വെറും പുതിയ ഡ്രസ്സ് ധരിച്ച് ഇങ്ങനെ ടൂർ പോകുകയല്ല, യാത്ര പോകുകയല്ല. നമുക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി അല്പസമയം കണ്ടെത്തും ഉമ്മമാരെ. ഇന്നത്തെ പ്രാർത്ഥനക്ക് പ്രത്യേകം ഇജാബത്തുണ്ടെന്ന് മഹാന്മാരൊക്കെ നമ്മളെ നിർദ്ദേശിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ ആളുകളും പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥനയിൽ എന്നെയും നമ്മളെ മജ്ലിസ് കാണുന്നവരെയും എന്റെ കുടുംബക്കാരെയും എന്റെ കൂട്ടുകാരെയും ഞാനുമായി ബന്ധപ്പെട്ടവരെ എല്ലാവരെയും നിങ്ങൾ ഉൾപ്പെടുത്തണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അതുപോലെ അഞ്ചാമത് ചെയ്യേണ്ടത് സ്വതക്ക കൊടുക്കുക എന്നുള്ളതാണ്.
27-ാമിന് മാത്രമല്ല സ്വതക്ക കൊടുക്കൽ, ചെറിയ പെരുന്നാൾക്ക് മാത്രമല്ല വലിയ പെരുന്നാൾക്കും സ്വതക്ക കൊടുക്കണം. ഇങ്ങനെയുള്ള ആഘോഷ ദിവസങ്ങളിൽ സ്വതക്ക കൊടുക്കൽ പ്രത്യേകം പുണ്യമുള്ള കാര്യമാണ്. എത്ര ആളുകളാണ് ശരിക്കും ഭക്ഷണം കഴിക്കാൻ കഴിയാതെ പ്രയാസപ്പെട്ട് ജീവിക്കുന്ന ആളുകൾ ഉണ്ടാകും. അതുപോലെ മക്കൾക്ക് ഡ്രസ്സ് വാങ്ങാനുള്ള ക്യാഷ് ഇല്ലാതെ പ്രയാസപ്പെട്ട് നിൽക്കുന്ന ആളുകൾ ഉണ്ടാകും. ഇന്നത്തെ ദിവസമെങ്കിലും അവരെ സഹായിക്കുക. നമ്മളെ കുടുംബത്തിൽ തന്നെ ഉണ്ടാകും ഡ്രസ്സ് വാങ്ങാൻ കഴിവില്ലാത്ത ആളുകൾ, അതുപോലെ ഭക്ഷണം ഉണ്ടാക്കാത്ത ആളുകളൊക്കെ ഉണ്ടാകും. അപ്പൊ എന്ത് ചെയ്യുക, അവർക്ക് അല്പം കുഴിമന്തി ആണെങ്കിൽ കുഴിമന്തി കൊടുക്കുക, ബിരിയാണിയാണ് നമ്മൾ ഉണ്ടാക്കിയെങ്കിൽ ആ ബിരിയാണി അല്പം അവർക്ക് കൊടുക്കുക. അങ്ങനെ കുടുംബഭജം തീർക്കുക, സ്വതക്ക ചെയ്യുക, തക്ബീർ ചൊല്ലുക, നല്ല കാര്യങ്ങൾ ചെയ്യുക, ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക. പാപമോചനം നൽകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് പെരുന്നാളിന്റെ ദിവസം. അതുകൊണ്ട് ധാരാളം ഇസ്തിഗ്ഫാറുകൾ അധികരിപ്പിക്കുക. ചില ആളുകളൊക്കെ സിനിമ കാണാൻ പോകും, പെരുന്നാൾക്ക് സിനിമ കാണാൻ പോവുക. ചില യുവാക്കളൊക്കെ സുബ്ഹാനല്ലാഹ് കള്ളു കുടിക്കാൻ പോവുക. പെരുന്നാൾ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് കള്ളു കുടിക്കുക കൂട്ടുകാരൊക്കെ. അങ്ങനെയൊന്നും ചെയ്യരുത്, അതൊക്കെ തെറ്റാണ് ഇസ്ലാമിൽ. അല്ലാഹു യഥാർത്ഥ മുസ്ലിമായി ജീവിക്കാൻ നമ്മൾക്കൊക്കെ തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് തക്ബീർ ദിക്റിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്ന് അല്പം മാത്രമേ നമ്മൾ ചൊല്ലുന്നുള്ളൂ. അല്പം തക്ബീറും ചൊല്ലേണ്ട ദിക്റും ചൊല്ലി പ്രാർത്ഥനയിലേക്ക് പ്രവേശിച്ച് നമ്മുടെ മജ്ലിസ് പെട്ടെന്ന് അവസാനിപ്പിക്കും. അതുകൊണ്ട് എല്ലാവരും ആദ്യം മുതൽ അവസാനം വരെ നമ്മുടെ മജ്ലിസിൽ പങ്കെടുക്കുക. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് തക്ബീറിലേക്ക് പ്രവേശിക്കുകയാണ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്
അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് അല്ലാഹു അക്ബർ കബീറ വൽഹംദുലില്ലാഹി കസീറ വസുബ്ഹാനല്ലാഹി ബുക്റതൻ വഅസീല ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ
ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ الحمد الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് അല്ലാഹു അക്ബർ കബീറ വൽഹംദുലില്ലാഹി കസീറ വസുബ്ഹാനല്ലാഹി ബുക്റതൻ വഅസീല ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. സ്വീകരിക്കണേ റഹ്മാനെ, തക്ബീറിന്റെ ബറക്കത്ത് കൊണ്ട്, ഈ പുണ്യമായ രാവിന്റെ ദിവസത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ എല്ലാ പ്രയാസങ്ങളും നീ അകറ്റണേ റഹ്മാനെ. ഈ ബലിപെരുന്നാളിന്റെ ദിവസം ഞങ്ങൾ നിന്റെ ദർബാറിലേക്ക് ഉയർത്തിയ കരങ്ങളെ നീ ഖായിബായി ഖാസിറാക്കി മടക്കല്ല റബ്ബേ. ഞങ്ങളെ പ്രവർത്തനങ്ങൾ കബൂൽ ചെയ്യണേ റഹ്മാനെ. നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള മനസ്സ് നൽകണേ അല്ലാ. ഞങ്ങളെ പ്രയാസങ്ങൾ അകറ്റിത്തരണേ അല്ലാ. ഞങ്ങളെ കഷ്ടപ്പാടുകൾ അകറ്റിത്തരണേ അല്ലാ. ഞങ്ങളെ വേദനകൾ അകറ്റിത്തരണേ അല്ലാ. ഞങ്ങളെ ദുഃഖങ്ങൾ അകറ്റിത്തരണേ അല്ലാ. ഞങ്ങളെ ടെൻഷനുകൾ അകറ്റിത്തരണേ റബ്ബേ. കടങ്ങൾ വീട്ടിത്തരണേ റബ്ബേ. സമാധാനം നൽകണേ അല്ലാ. റാഹത്തുള്ള ജീവിതം നൽകണേ അല്ലാ. ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ ചൊല്ലാൻ പോകുന്നത് ഇങ്ങനെയുള്ള പുണ്യ ദിവസങ്ങളിലൊക്കെ ചൊല്ലേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്റാണ്, തസ്ബീഹാണ്. എല്ലാവരും ആത്മാർത്ഥമായി ചൊല്ലുക. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. 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 സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ
ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി لا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله الله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله لا إله إلا الله والله أكبر സ്വീകരിക്കണേ റഹ്മാനെ, കബൂൽ ചെയ്യണേ അല്ലാ, അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ, ആഖിറ വിജയം നൽകണേ അല്ലാ, ദുനിയാവിലും ആഖിറത്തിലും വിജയം നൽകണേ റബ്ബേ. ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾക്ക് അല്പം ഇസ്തിഗ്ഫാർ ചൊല്ലാം. ഇങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ ഇസ്തിഗ്ഫാർ നമ്മൾ ധാരാളം ചൊല്ലണം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, 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 അസ്തഗ്ഫിറുല്ലാഹൽ അലീം,
العظيم أستغفر الله 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 العظيم സ്വീകരിക്കണേ റഹ്മാനെ, ഞങ്ങളെ പാപങ്ങൾ പൊറുക്കണേ അല്ലാഹ്. അറിഞ്ഞും അറിയാതെയും രഹസ്യവുമായി മനഃപൂർവമായി ഒരുപാട് തെറ്റുകൾ ചെയ്ത പാവപ്പെട്ട അടിയാറുകളാണ് ഞങ്ങള്. പാപങ്ങൾ പൊറുക്കണേ അല്ലാഹ്, സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്, ഞങ്ങളെ മനസ്സ് ക്ലിയറാക്കി തരണേ റബ്ബേ. ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾക്ക് അല്പം തഹ്ലീൽ ചൊല്ലി പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഒരുപാട് ആളുകൾക്ക് ഒരുപാട് തിരക്കുകൾ ഉണ്ടാവും, അതാണ് ഇന്നത്തെ മജ്ലിസ് ചുരുക്കിയിട്ടുള്ളത്. ഉമ്മമാർക്ക് ഭക്ഷണം ഉണ്ടാക്കാനുണ്ടാവും, മക്കളെ പള്ളിയിലേക്ക് പറഞ്ഞേക്കണം, ഭർത്താക്കന്മാരുടെ ഡ്രസ്സ് അയൺ ചെയ്യാനുണ്ടാവും, അങ്ങനെ ഒരുപാട് തിരക്കുകൾ ഉണ്ടാവും. പെരുന്നാൾ നിസ്കരിക്കണം, അതുകൊണ്ടാണ് മജ്ലിസ് ചുരുക്കിയിട്ടുള്ളത്. ആരും ഒന്നും വിചാരിക്കരുതേ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ إله إلا الله لا 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 إله إلا الله لا
ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. സ്വീകരിക്കണേ റബ്ബേ, കബൂൽ ചെയ്യണേ അല്ലാ, അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ, ഞങ്ങളെ ഈമാൻ നന്നാക്കി തരണേ അല്ലാ, നിന്റെ ഇഷ്ടദാസന്മാരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. മരിക്കുന്ന സമയത്ത് ഈമാനോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ റബ്ബേ. ഇൻഷാ അല്ലാഹ് പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ്. എല്ലാവരും ആത്മാർത്ഥമായി ആമീൻ പറയാ. നമ്മുടെ മജ്ലിസ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടാകും എന്ന് വിചാരിക്കുകയാണ്. നിങ്ങളൊക്കെ നല്ല ഉമ്മമാരാണ്, നമ്മുടെ മജ്ലിസിനെ സ്നേഹിക്കുന്ന ഉപ്പമാരാണ്, സഹോദരിമാരാണ്, സഹോദരന്മാരാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആത്മാർത്ഥമായി മജ്ലിസിൽ പങ്കെടുക്കുന്ന പ്രാർത്ഥനയ്ക്ക് പ്രത്യേകം ഇജാബത്ത് ലഭിക്കുന്ന ദിവസമാണെന്ന് കണക്കിലെടുത്ത് الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. പരമദയാലുവായ കരുണക്കടലായ രാജാതിരാജനായ അല്ലാഹ്, اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا وشفينا മുഹമ്മദ്. ഞങ്ങളുടെ മജ്ലിസ് നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്, സ്വീകരിക്കണേ റബ്ബേ, അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ്. ഞങ്ങളെ ചൊല്ലിയ തക്ബീറുകൾ കബൂൽ ചെയ്യണേ അല്ലാഹ്, തഹ്ലീൽ കബൂൽ ചെയ്യണേ അല്ലാഹ്, ദിക്റുകൾ കബൂൽ ചെയ്യണേ അല്ലാഹ്, ഫാത്തിഹ സൂറത്ത് സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മജ്ലിസിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്, റഹ്മത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളെ സർവ്വ പ്രയാസങ്ങളും അകറ്റിത്തരണേ അല്ലാഹ്. ഒരുപാട് രോഗികളുണ്ട്, ശിഫ കൊടുക്കണേ അല്ലാഹ്, ആയുരാരോഗ്യം കൊടുക്കണേ അല്ലാഹ്. മാരകമായ രോഗങ്ങളെ തൊട്ടുകാക്കണേ അല്ലാഹ്, മാരകമായ വൈറസുകളെ തൊട്ടുകാക്കണേ അല്ലാഹ്. ഞങ്ങളെ രാജ്യത്ത് കൊറോണ വൈറസ് ഇങ്ങനെ അധികരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾക്ക് കൊറോണയാണ്, 5000-ഓളം ആളുകൾക്ക് കൊറോണ ഉണ്ടെന്ന് പറയുന്നു. അതിൽ ചില ആളുകളൊക്കെ മരണപ്പെട്ടു പോയി അല്ലാഹ്. ഇനി ഞങ്ങൾക്കത് താങ്ങാനുള്ള കലിപ്പില്ലല്ല റബ്ബേ. കൊറോണ വൈറസുകളെ തൊട്ടുള്ള മാരകമായ വൈറസുകളെ തൊട്ട് ഞങ്ങളെ കാക്കണേ റബ്ബേ. കീറി മുറിക്കുന്ന രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്, ഓപ്പറേഷൻ ചെയ്യുന്നതിനെ തൊട്ട് കാക്കണേ റഹ്മാനെ, കടങ്ങളെ തൊട്ട് കാക്കല്ലാ, കടക്കാരുടെ ശ്രദ്ധകളെ തൊട്ട് ഞങ്ങളെ കാക്കണേ റഹ്മാനെ. ഒരാളുടെ മുന്നിലും കൈ നീട്ടാതെ അന്തസ്സോടെ ജീവിക്കാൻ ഞങ്ങൾക്ക് സാമ്പത്തികമായ അഭിവൃദ്ധി നൽകണേ അല്ലാഹ്. വീടില്ലാത്തവർക്ക് അനുയോജ്യമായ വീട് നൽകല്ലാ, ഉദ്ദേശിച്ച വീട് കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ. ജോലിയില്ലാത്തവർക്ക് നല്ല ജോലി കൊടുക്കണേ റഹ്മാനെ, മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കല്ലാ. ഭാര്യ ഭർത്താക്കന്മാരെ ദുസ്വഭാവങ്ങൾ നന്നാക്കി കൊടുക്കണേ അല്ലാഹ്, മക്കളുടെയൊക്കെ ജോലിയിൽ ബർക്കത്ത് കൊടുക്കണേ അല്ലാഹ്. ഉദ്ദേശിച്ച ജോലി കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ. ജോലി തെരഞ്ഞ് വിദേശത്ത് പോയ ആളുകൾക്കുണ്ട്, അവർക്കൊക്കെ നല്ല ജോലി കൊടുക്കല്ലാ. മക്കളെ ദുസ്വഭാവങ്ങൾ നന്നാക്കണേ അല്ലാഹ്, സ്നേഹമുള്ള മക്കളാക്കണേ അല്ലാഹ്, സന്തോഷം തരുന്ന മക്കളാക്കണേ അല്ലാഹ്, അഭിമാനിക്കാൻ പറ്റുന്ന മക്കളാക്കണേ അല്ലാഹ്. പാവപ്പെട്ട ഞങ്ങൾക്കും ഞങ്ങളുടെ പാവപ്പെട്ട മാതാപിതാക്കള്, ഭാര്യ, മക്കള്, കുടുംബക്കാര്, ജ്യേഷ്ഠനിയന്മാര്, അനിയത്തിമാര്, ജ്യേഷ്ഠത്തിമാര്, അനിയത്തിമാര്, അവരെ ഭർത്താക്കൾ
ഭർത്താക്കന്മാര്, ഭാര്യമാര്, മക്കള്, കുടുംബക്കാര്, ഞങ്ങൾക്ക് ഭക്ഷണം തരുന്ന ആളുകൾ, ഞങ്ങളുടെ അയൽവാസികളുണ്ട്. പടച്ചവനെ, ഞങ്ങളെ വല്ലുപ്പ വല്ലുമ്മമാര്, അതുപോലെ സ്നേഹിച്ചവര്, സഹായിച്ചവരുണ്ട് റബ്ബേ. എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ്സും ആരോഗ്യവും ഇസ്സത്തും ഖുവത്തും റാഹത്തും ഈമാനും തഖ്വയും സാമ്പത്തികമായ അഭിവൃദ്ധി നൽകണേ അല്ലാഹ്. ഞങ്ങളെ സ്വഭാവം നന്നാക്കണേ അല്ലാഹ്. അടുത്ത വർഷമെങ്കിലും മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജോ ഉംറയോ ചെയ്യാല തൗഫീഖ് നൽകല്ലാഹ്. മരണപ്പെട്ടുപോയുടെ ഖബർ വിശാലമാക്കണേ അല്ലാഹ്. ഇന്ന് പെരുന്നാൾ ആഘോഷിക്കാൻ പലർക്കും മാതാപിതാക്കളില്ല, ഭാര്യമാരില്ല, മക്കളില്ല, കുടുംബക്കാരില്ല റബ്ബേ. അവരെ ഖബർ വിശാലമാക്കണേ അല്ലാഹ്. ഞങ്ങളെ വല്ലുപ്പ വല്ലുമ്മമാര് ഖബറിലുണ്ട്, റാഹത്താക്കി കൊടുക്കല്ല, പാപങ്ങൾ പൊറുക്കണേ അല്ല. അവരെ ഖബറിലും അവർക്ക് സന്തോഷിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ല. അവർക്കും ഞങ്ങൾക്കും സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂടാല ഭാഗ്യം നൽകണേ അല്ല. ആഫത്ത്, മുസീബത്ത്, ഇടങ്ങേറുകളെ തൊട്ട്, പൈശാചികമായ ശർറുകളെ തൊട്ട് കാക്കല്ല. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട്, അപകടങ്ങളെ തൊട്ട് കാക്കണേ റബ്ബേ. കാത്ത് രക്ഷിക്കണേ അല്ല. നിന്റെ റഹ്മത്തും ബർക്കത്തും ഞങ്ങളെ എല്ലാ മേഖലകളിലും നൽകണേ അല്ല. കച്ചവടത്തിൽ ബർക്കത്ത് കൊടുക്കണേ റഹ്മാനെ. ഞങ്ങളെ സ്വഭാവം നന്നാക്കണേ റഹ്മാനെ. ഞങ്ങളെ മുറാദുകൾ ഹാസിലാക്കിക്കൊണ്ട അല്ലാ, ഞങ്ങളെ ഹാജത്തുകൾ നിറവേറ്റിക്കൊണ്ട അല്ലാ, ഞങ്ങളെ എല്ലാ കാര്യങ്ങളും നീ എളുപ്പമാക്കി തരണേ അല്ലാ. ആര് ഈ മജ്‌ലിസിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തോ അവരെ എല്ലാ ഉദ്ദേശങ്ങളും നീ നിറവേറ്റി കൊടുക്കണേ അല്ലാ. ഈ പരിശുദ്ധമായ ദുആക്ക് ഇജാബത്ത് ലഭിക്കുന്ന പുണ്യമായ ദിവസത്തിൽ, പുണ്യമായ സമയത്താണ് നിന്റെ ദർബാറിലേക്ക് ദാറുൽ മുബീൻ മജ്‌ലിസ് അംഗങ്ങള്, ഉമ്മമാര്, സഹോദരിമാര്, ഉപ്പമാര് കൈകൾ ഉയർത്തിയിട്ടുള്ളത്. ആ കരങ്ങളെ പരാജയപ്പെടുത്തല്ല അല്ലാ. ഞങ്ങളെ പ്രാർത്ഥനക്ക് ഇജാബത്ത് നൽകണേ അല്ലാ. മുഅ്മിനീങ്ങളെ ഇസ്സത്ത് നീ സംരക്ഷിക്കണേ അല്ലാ. മുഅ്മിനീങ്ങളെ നീ കാക്കണേ റബ്ബേ. എല്ലാവർക്കും നീ റാഹത്തും സന്തോഷവും നൽകല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ വഇയ്യാഹും ബിമഗ്ഫിറതിക യാ അർഹമർ റഹീമീൻ യാ അർഹമർ റഹീമീൻ യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.